തിരുവനന്തപുരം നഗരത്തിൽ 100 വർഷത്തിലേറെയായി പലതരം രുചികൾ വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ സുദർശന. ഇവിടെ വന്നാൽ നമുക്ക് ആദ്യം കാണാനാകുന്നത് ചില്ലലമാര നിറയെ പലതരത്തിലുള്ള പലഹാരങ്ങളാണ്. ഈ ഹോട്ടലിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിരാവിലെ മുതൽ തന്നെ ഹോട്ടൽ സുദർശനയിൽ വലിയ തിരക്കാണ്. ചായയും പലതരത്തിലുള്ള പലഹാരങ്ങളും പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈയും എല്ലാം ലൈവാകും. 100 വർഷങ്ങളോളമുള്ള രുചി പെരുമയാണ് ഹോട്ടൽ സുദർശനയുടെ പാരമ്പര്യം. കുടുംബത്തിലെ 4ാം തലമുറയിലുള്ള അനിൽകുമാറാണ് ഇപ്പോൾ ഈ ഹോട്ടൽ നോക്കി നടത്തുന്നത്. എന്റെ പേര് അനിൽകുമാർ. ഉഴുന്നുവട, കാരാവട, പരിപ്പുവട തുടങ്ങിയ കടികൾക്കൊപ്പം മധുരസേവ, പക്കാവട, മുറുക്ക്, മുന്തിരിക്കൊത്ത് തുടങ്ങിയ പലഹാരങ്ങളും ഹോട്ടലിന് മുന്നിലെ ചില്ലലമാരയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്നത് കാണാം. നിരവധി പേരാണ് ഈ നാടൻ പലഹാരങ്ങൾ കഴിക്കാനും പാഴ്സൽ വാങ്ങാനുമായി എത്തുന്നത്. ദിവസവും ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകുന്നവരും കുറവല്ല. ചൂടുള്ള അപ്പവും ദോശയും പൊറോട്ടയും ഓംലെറ്റും എല്ലാം നല്ല സ്വാദാണെന്നാണ് സ്ഥിരമായി കഴിക്കാൻ വരുന്നവർ പറയുന്നത്. ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ ഹോട്ടലിലാണ് കയറാറ്, ഫുഡ് കഴിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ആയതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും വരുന്നത്. വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ വേഗത്തിൽ കിട്ടും, സപ്ലൈ നമ്മൾ വന്ന് കഴിക്കുന്ന വേഗത്തിൽ ഒരു സർവീസ് ഭയങ്കര ഫാസ്റ്റാണ്. കഴിക്കാറുള്ളതാണ്, കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കി വാഴയിലയിൽ ഭക്ഷണം നൽകുന്നതാണ് ഇവിടുത്തെ രീതി. മലയാളികളുടെ സ്വന്തം പൊറോട്ടയും ബീഫും ചിക്കൻ ഫ്രൈയും തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ഇവിടുത്തെ ഭക്ഷണം ആസ്വദിക്കാൻ നിരവധി പേരെത്താറുണ്ട്. പരിചയസമ്പന്നരായ പാചകക്കാരാണ് സുദർശനയുടെ രുചിക്ക് പിന്നിലെ രഹസ്യം. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി കയറും, പിന്നെ 12 മണിക്ക് റെസ്റ്റ് പോകും, പിന്നെ 3 മണിക്ക് വരും. ഞാൻ ഇത് ആസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. 25. ഞാൻ രാവിലെ 7 മണി മുതൽ രാത്രി 8:30 മണി. നല്ല സെയിലാണ് രാവിലെ. എത്ര വർഷമായി ചേട്ടാ? കാലത്ത് 35 കൊല്ലം. 20ഓളം വരുന്ന ജീവനക്കാർക്കൊപ്പം കുടുംബത്തിലുള്ള സ്ത്രീകളും കറിക്കരിയാനും പാചകത്തിനും ഒപ്പം കൂടാറുണ്ട്. നമ്മുടെ വീടും കടയും തന്നെ നമ്മൾ ഈ ഭക്ഷണം തന്നെ ഞങ്ങളും കഴിക്കണത്. ഒരാൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ വന്ന് മലക്കറി വെട്ടാനും ക്ലീൻ ചെയ്യാനും എല്ലാം ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം ഒരാൾ വന്നില്ലെങ്കിലും കട തുറക്കും. അതൊക്കെ ചായക്കടയിൽ വ്യാപിക്കാനൊക്കെ നിന്നതായിരുന്നു. ഇപ്പം അവൻ സ്വന്തമായിട്ടുള്ള കടകളായിരുന്നു. ഇപ്പം പിന്നെ വയസ്സായപ്പോൾ അതായ ബുദ്ധിമുട്ടായപ്പോൾ ജോലിക്കാരെല്ലാവരും വെച്ച് അങ്ങനെ. രാവിലെ മുതൽ തന്നെ പക്കാവടയും മുറുക്കും ഉഴുന്നുവടയും ബീഫും ഒക്കെ ഉണ്ടാക്കി തുടങ്ങും. എല്ലാ ദിവസവും തുറക്കുന്ന ഈ ഹോട്ടലിൽ കോവിഡ് കാലത്ത് പോലും കച്ചവടത്തിന് യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് അനിൽകുമാർ പറയുന്നു. തിരുവനന്തപുരത്തെ PTP നഗറിനടുത്തുള്ള വേട്ടമുക്കിലാണ് ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ. നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട, വേഗം ഇവിടേക്ക് പോന്നോളൂ.